ശക്തിയുള്ള കാറ്റ് വന്നിട്ട് വിളിച്ച് പുറത്തിറക്കി ഒരു കാറ്റും ശക്തിയായ ഒരു കൊടുങ്കാറ്റ് വിട്ടിട്ട് ഏലിയാവ് അവിടെ പറന്നു പോയോ? അച്ഛനൊന്നും പറ്റത്തില്ല. വിളികേട്ട് ഇറങ്ങി അവന്റെ വാക്കിന് ചുവട് വെച്ച് നിന്നാൽ ഏത് കൊടുങ്കാറ്റ് നിനക്ക് അനുകൂലമായ കാറ്റായി. വെളിപ്പെടുത്തുന്ന പ്രവൃത്തി ദൈവം മുമ്പേ അയക്കിയ. രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാം. അപ്പോൾ ഇത് യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. അതിലുണ്ട് അർത്ഥം. കൊടുങ്കാറ്റ് വന്ന എന്തിനാ? പാറ കീറണം. പാറ കീറി. പാറ കീറുവോ കാറ്റ് വന്ന എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കട്ടുപ്പമേറിയ മനസ്സോടുകൂടി ഇരിക്കുന്ന ചിലതിനെ ദൈവാത്മാവ് വലിച്ചു കീറും. പർവ്വതങ്ങളെ തകർക്കുമെന്ന്. അങ്ങനെയല്ലേ? എന്നാൽ കാറ്റിൽ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റ് വന്ന എന്തിനാ കാറ്റ് വന്നത്? ചിലതിനെ കീറാൻ, ചിലതിനെ തകർക്കാൻ. എന്താ? നിനക്ക് കേടില്ലെന്ന, നിന്റെ കുടുംബത്തിന് കേടില്ലെന്ന, നിന്റെ വിശ്വാസത്തിന് കേടില്ലെന്ന, നിന്റെ വഴിക്ക് തടസ്സമില്ലെന്ന ദൈവം വിളിച്ച് പുറത്തെ ആക്കിയിട്ടുള്ളൂ. നിനക്ക് വേണ്ടി ചിലതിനെ കീറി മാറ്റി വെച്ച് അവൻ വഴി ദുർഘടങ്ങളെ നിരത്തും. എന്നിട്ട് 45:2 മുതൽ വായിച്ചത് യെശയ്യാ പ്രവചനം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. മുമ്പായി ചെയ്ത് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു. പല കാര്യത്തിൽ നിനക്കെതിരെ ഒളുത്തു വിലങ്ങൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്, എന്നാൽ ഞാൻ നിനക്ക് ചില വാതിലുകളെ തുറക്കാൻ പോകുന്നു. പരിശുദ്ധ പറയുന്നു.